മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് നമുക്ക് ഡ്യൂട്ടി അങ്ങേ കണ്ടത്തിലാണ്. എല്ലാവരും പോകാൻ റെഡി ആയിക്കൊള്ളുവിൻ. കണ്ടത്തിലോട്ടോ? ഞാനെങ്ങും ഇല്ല ഇന്ന്. അതെന്താ, നിനക്ക് വയ്യേ? എനിക്കെങ്ങും വയ്യ ആ കണ്ടത്തിലെ ചെളി കിടന്ന് ഉരുളാനായിട്ട്. ഓഹോ, അത് കൊള്ളാലോ. അപ്പൊ ബാക്കി ആർക്കും ദേഹത്തെ ചെളിയൊന്നും ആകില്ലെന്നാണ് ഓർത്തേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വേഗം റെഡി ആയിക്കോ. ആ എങ്കിൽ ശരി, ഞാൻ വരാം. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ പോലെ ആ സുധാകരന്റെ പറമ്പിൽ കയറി ചീരയും വാഴയും ഒന്നും തിന്നാൻ നിൽക്കേണ്ട. അതെ അതെ, അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്നാ കേട്ടെ. പല രാത്രിയിലും ഞാൻ വെടിവെച്ച കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആര് പോകുന്നു അയാളുടെ പറമ്പിലോട്ട്? അവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഒരു ചുന്ദരി കോത. അവളുടെ വിചാരം അവൾ ഐശ്വര്യറായി ആന്നാ. ഒട്ടും കുശുമ്പില്ല അല്ലേ നിനക്ക്? ദിവസം 20 ലിറ്റർ പാല് കിട്ടുമെന്നാ കേട്ടെ. ആട്ടെ, നിനക്ക് ഈ ന്യൂസൊക്കെ എവിടുന്നായി കിട്ടുന്നേ? അക്കരയിലെ ഗോമതി പശു പറഞ്ഞതാ. ആ പേരും പറഞ്ഞ് ആ പാവത്തിന് കുറേ അടി കിട്ടുന്നുണ്ട്. കഷ്ടം തന്നെ ഗോമതിയുടെ കാര്യം. ഓ പിന്നെ തള്ളി മറയ്ക്കാതങ്ങോട്ട്. ഈ മാതാമ പശുവൊക്കെ എന്നെ പോലെ നാടൻ പശുവിൻ്റെ അത്രയും വരുവോടി? അതെ അതെ. ദേ നോക്കടി, അവള് വരുന്നുണ്ട്. ഓ, നിങ്ങൾ ഇന്ന് നേരത്തെ എത്തിയോ ഫ്രണ്ട്സ്? ഓ സോറി ഗൈസ്, ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ദിവസവും 20 ലിറ്റർ പാല് കൊടുക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് ലേറ്റ് ആകും. ഹോ ഹോ ഹോ. ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നേ? ഓ, ഇവിടെ ചിലരൊക്കെ ഉണ്ടടി, കഷ്ടി 1-2 ലിറ്റർ കിട്ടിയാലായി. വിദേശിയുടെ അത്രയും വരുമോടി ഈ നാടനൊക്കെ. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, ഇനി പഞ്ചായത്ത് വഴി നാടൻ പശുക്കളൊന്നും അല്ല വരാൻ പോകുന്നത്. ഫോറിനാ, ഫോറിൻ. അപ്പം ചിലരുടെയൊക്കെ കാര്യം അങ്ങ് തീരുമാനത്തിലാകും. പാലിൽ കുറെ വെള്ളവും ചേർത്ത് അത് 20 ലിറ്ററാക്കി നീ നിന്റെ മുതലാളിയും കൂടെ നാട്ടുകാരെ പറ്റിക്കുന്നതിൻ്റെ അത്ര ഒന്നും വരത്തില്ല മോളെ. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, കൂളാവുന്നേ. ഞാൻ ചേച്ചിയെ ഉദ്ദേശിച്ചൊന്നും അല്ലെന്നേ പറഞ്ഞത്. എങ്കിലേ ഞാൻ പോയിട്ട് പിന്നെ വരാം. നമുക്ക് പിന്നെ കാണാവേ. ബായ്. ഓ, ശല്യം പോയി കിട്ടി. ഹോ, ഒരു ദിവസം ഒന്ന് കടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കാണണം ദൈവമേ.
ഹോ, 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 ഹോ. എണീക്ക് എണീക്ക്, എല്ലാവരും ഒന്ന് പെട്ടെന്ന് എണീറ്റേ. എണീക്ക് എണീക്ക്. ആ എന്നാടി, എന്നാ നിനക്ക്? നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ. നമ്മുടെ മുതലാളി ദേ ഒരു പുതിയ ആടിനെ കൂടി വാങ്ങിച്ച് ഇപ്പൊ വണ്ടിയിൽ കൊണ്ട് ഇറക്കിയതേ ഉള്ളൂ. പോടി വിവരക്കേട് പറയാതെ. നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. ഞാൻ തോമ, ആട് തോമ. തോമയോ? അതിന് നീ ഏതാടാ കൊച്ചേർക്ക? അതൊക്കെ നിങ്ങളുടെ മുതലാളിയോട് ചോദിക്കേണ്ട കാര്യം. ഷോ, ഈ കൂട്ടിനാണോ നിങ്ങളുടെ താമസം? എൻ്റെ മുതലാളി ഇത്ര ദരിദ്രവാസിയായിരുന്നു. ഷോ, ഒരു AC പോയിട്ട് ഫാൻ പോലുമില്ല. ഞാനങ്ങ് ദുബായിൽ നിന്ന് വന്നതാണേ. എനിക്കതൊന്നും ഇല്ലാതെ പറ്റില്ല. അതൊക്കെ നീ പോയി മുതലാളിയോട് പറ. അല്ല പിന്നെ ഞങ്ങൾക്ക് അതിനെന്തോ വേണം? ഇവൻ ദുബൈയിൽ എന്താ പട്ടിണിയായിരുന്നോ? അവന്റെ ഒരു ആർത്തി കണ്ടില്ലേ? ഇതെന്റെ തീറ്റയാടാ ആർത്തി പണ്ടാരമേ. അയ്യോ എന്റെ ദൈവമേ. അയ്യോ അയ്യോ. അതെ അതെ, എണീക്ക്. ആ ആർത്തിപ്പണ്ടാരം എണീക്കുന്നതിന് മുൻപ് നമുക്ക് വല്ലതും കഴിക്കണ്ടേ? അതെ, വാ പോകാം. എന്റെ ദൈവമേ, ഈ തീറ്റിപ്പണ്ടാരം ഇതെപ്പ എണീറ്റു? ഇനിയിപ്പൊ നമ്മൾ എന്ത് തിന്നും? ഹോ, ഇവനെ കൊണ്ട് ശല്യമായല്ലോ. ഇവന്റെ വയറ്റിൽ കൊക്കോപ്പുഴുവല്ല, അനാക്കോണ്ടയാ, അനാക്കോണ്ട. ഇവൻ ആടുതോമയൊന്നുമല്ല, ഏതോ പട്ടിണി കിടന്ന ദരിദ്രവാസ തോമയാ. ഓ, നമുക്കിന്നും കണ്ടം തന്നെ ശരണം. ഹാ.
ദേ നോക്കടി, ആ ചെകുത്താൻ ഇവിടെയും വന്നോ? ഏ ഇവൻ എന്തായി കാണിക്കുന്നത്? ആ സുധാകരന്റെ പറമ്പിലാണല്ലോ നിൽക്കുന്നേ. ഇവന് ശരിക്കും ഒന്ന് കിട്ടും. തോമയ്ക്കിന്നൊരു വെടി ഉറപ്പാ. അയ്യോ ഓടിക്കോ, ദേ സുധാകരൻ വരുന്നുണ്ട്. എന്റെ ദൈവമേ, എന്തൊരോട്ടമായിരുന്നു! ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നേ വെടിയുണ്ട് നമ്മുടെ ചങ്കത്തിരുന്നേനെ. ആ സുധാകരന്റെ പറമ്പിൽ പോകരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്റെ മുതലാളി, ഈ തലതെറിച്ചത് 3 ആ സുധാകരന്റെ പറമ്പിൽ കയറി കാണിക്കാത്തൊന്നുമില്ല. ഞാൻ പല തവണ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാ. അപ്പോൾ ആര് കേക്കാൻ? ആഹാ, പറഞ്ഞാൽ കേൾക്കാത്തിനെയൊക്കെ ഇന്ന് പട്ടിണി കിടന്നാൽ മതി. അല്ല പിന്നെ. എടാ ദ്രോഹി, നീ പണിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾക്കിട്ട് തന്നെ പണിഞ്ഞല്ലോ. അതെ, എല്ലാരും ഉറങ്ങിയോ? ഇല്ല, എന്തേ? ആ ദരിദ്രവാസി തോമ നാളെ എണീക്കുന്നതിന് മുന്നേ നമുക്ക് എണീക്കണം. ഓക്കെ, ഡൺ. ഇന്ന് യാതൊരു കാരണവശാലും നമ്മുടെ ഫുഡ് ആ ദരിദ്രവാസിക്ക് കൊടുക്കരുത്. എല്ലാവരും റെഡി അല്ലേ? റെഡി. ഞാനും റെഡി. എടാ തീറ്റിപ്പണ്ടാരമേ, ഞങ്ങളുടെ ഫുഡ് എങ്ങാനും നീ തിന്നാലുണ്ടല്ലോ, ഞങ്ങൾ ആരാണെന്ന് നീ അറിയും. ശരി, ഞാൻ തിന്നുന്നില്ല. എന്നാലേ നീയും തിന്നണ്ട. അയ്യേ, അപ്പി. ഇവൻ വെറും തറയാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഒരു പാഠം പഠിപ്പിക്കണം. ഇന്നാ പിടിച്ചു. ഏ